പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവന്റെ പാതയിലേക്ക് സ്വാഗതം. നിത്യജീവന്റെ പാത. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങളിൽ വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിക്ക് സദൃശമാണ് ദൈവരാജ്യം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്രകാരം ഒരു വയൽ കണ്ടെത്തിയാൽ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്ന കർഷകൻ ഇപ്രകാരം തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുള്ള പലരും ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടിയും ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയും തങ്ങളുടേത് പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളറിഞ്ഞ് ആ ക്ഷണം ലോകം മൂല്യം നൽകുന്നത് പലതും ദൈവരാജ്യത്തെ പ്രതി ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഷൈനി, അലക്സി. അവർ ദൈവരാജ്യ പ്രഘോഷണത്തിനായി തങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിവെച്ചു എന്ന് നമുക്ക് കാണാം. സുവിശേഷമാകാനും സുവിശേഷമേകാനും വിളിക്കപ്പെട്ട ജീവിതങ്ങൾക്കിടയിൽ ജീവിതം സുവിശേഷമാക്കിയ കോട്ടയത്തുള്ള അലക്സിയും ഷൈനിയും ജീവിതത്തിൽ തങ്ങൾക്കുണ്ടായിരുന്ന സർവ്വസുഖങ്ങളും ലോകം നൽകുന്ന സുരക്ഷിതത്വവും വേണ്ടെന്നു വെച്ചു. പിതാവിൻ്റെ കരങ്ങളിലേക്ക് എടുത്തു ചാടുന്ന കൊച്ചുകുട്ടിയുടെ ആത്മവിശ്വാസത്തോടെ സുവിശേഷത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ജീവിതമാണ് ഇവരുടേത്. ഈ ലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലാത്ത ഇവർ, സമ്പത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് ഇവർ ഒരു വെല്ലുവിളിയാണ്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന തിരിച്ചറിവാണ് ഇവർക്ക് പ്രചോദനമാകുന്നത്. ഇപ്പോൾ 10 വർഷത്തെ വടക്കേന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് സകുടുംബം കേരളത്തിലെത്തിയപ്പോൾ 7 മാസമായല്ലോ. ഇത്രയും നീണ്ട ഒരു മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യകാല ജീവിത അനുഭവങ്ങൾ എന്തായിരുന്നു പങ്കുവയ്ക്കാമോ? ഞാൻ 8 മക്കളുള്ള ഒരു കുടുംബത്തിലെ 7ാമത്തെ മകളാണ്. അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലും ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു. ഞങ്ങൾ കുർബാനയ്ക്കുമൊക്കെ പോവും, എന്നും കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട്. എന്നിരുന്നാലും ഞാൻ ഓർക്കുന്നു, ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ആ സമയത്ത് സ്കൂളിലും പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം കുർബാനയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഒരു അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ സ്നേഹമുണ്ട്. എന്നാലും എൻ്റെ ഒരു അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ ഡ്രസ്സൊക്കെ നോക്കുക, ഒന്ന് ഷൈൻ ചെയ്യുക, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അതിനുശേഷം ഈശോയെ എക്സ്പീരിയൻസ് ചെയ്തത്, അത് എനിക്ക് തോന്നുന്നു ഞാൻ LLBക്ക് പഠിക്കുമ്പം കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലാണ് ഞാൻ LLB ചെയ്തത്. അവിടെ 3rd ഇയർ പഠിക്കുമ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ ഒരു ക്യാമ്പസ് മീറ്റ് അറ്റൻഡ് ചെയ്യാൻ ഇടയായത്. അത് പാലക്കാട് മേഴ്സി കോളേജിൽ വെച്ച്, അവിടെ വെച്ച് ഞാൻ അത് ക്യാമ്പസ് മീറ്റ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഈശോയെ സ്വീകരിക്കുന്നത്, ഈശോ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഞങ്ങൾ ലോ കോളേജിൽ തന്നെ ഒരു പ്രേ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. കോളേജിലല്ല, കോളേജിൻ്റെ അടുത്തുള്ള ഒരു കോൺവെൻറ്റിൽ ഞങ്ങൾ 1-2 പേര് കൂടെ പ്രേ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. കോഴ്സ് കഴിഞ്ഞ് പ്രേ ഗ്രൂപ്പിലൂടെ വളർന്നു, ലോ കോളേജിലെ പ്രേ ഗ്രൂപ്പിലൂടെ വളർന്നു. കോഴ്സ് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് പാലക്കാട്, സ്വന്തം വീടായ സ്ഥലമായ പാലക്കാട് വന്നു. അവിടെ വെച്ചാണ് ഞാൻ കൂടുതൽ ജീസസ് യൂത്തിൽ വളരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്തൊരു പാട്ട്, ആരെനിക്കായി പോകും പാകുവാൻ എൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. അന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ നിനക്കായിട്ട് പോവാം, നിൻ്റെ വചനം പാകുവാനായിട്ട്, നിൻ്റെ രക്ഷ ഞാൻ അനുഭവിച്ചു, അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ റെഡിയാണ് പോവാൻ. പക്ഷേ സാഹചര്യങ്ങൾ അത്രയും അനുകൂലമൊന്നും അല്ലായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ വിടാനൊന്നും ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. കാരണം ഇങ്ങനെ ഇത്ര ആക്റ്റീവ് ആവുന്ന കാര്യത്തിലാണെങ്കിലും വീട്ടിൽ അത്ര വലിയ സന്തോഷമൊന്നും ആയിരുന്നില്ല. അപ്പച്ചൻ വളരെ ഇതായിരുന്നു, പക്ഷേ ആങ്ങളമാർക്ക് അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ റെഡിയാണ്, എന്നെ എടുത്ത് ഉപയോഗിക്കണേ, നിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്, നിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് ഈശോയെ നീ എന്നെ എടുത്ത് ഉപയോഗിക്കണേ എന്ന് അന്ന് ഞാൻ ഈശോയുടെ യെസ്സിലോട് പറഞ്ഞു. എനിക്ക് തോന്നുമായിരുന്നു, ഈശോ എത്ര പാവമാണ്, ആരെങ്കിലും ഒരാൾ യെസ് പറയാൻ ഈശോ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഓർക്കും, ഞാൻ ഇനി എൻ്റെ കഴിവും എൻ്റെ സാധ്യതകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഞാൻ യെസ് പറഞ്ഞപ്പോൾ ഈശോ എന്നെ എടുത്തങ്ങ് ഉപയോഗിച്ചു. അപ്പം മുഴുവനും ഈശോയ്ക്കുള്ളതാണ്, ഈശോയുടെയാണ് ക്രെഡിറ്റ് മുഴുവൻ എന്ന് എനിക്കറിയാം. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഞാൻ റെഡിയാണ് ഈശോയെ, അതെനിക്ക് ഈശോയോടുള്ള സ്നേഹം, ഈശോ എനിക്ക് തന്ന രക്ഷ, ഇത് ഞാൻ അനുഭവിച്ചു. ഞാൻ ഈശോയുടെ യെസ് പറഞ്ഞു, ഈശോ എന്നെ എടുത്ത് ഉപയോഗിച്ചു. അങ്ങനെയാണ് ഞാൻ
അങ്ങനെയാണ് ഈശോയിൽ വളർന്നത്. വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ജീസസ് യൂത്തിൽ ആക്റ്റീവായിരുന്നു. പിന്നെ ആക്റ്റീവ് ഒരു 5-6 കൊല്ലം ഞങ്ങൾ അങ്ങനെ ആക്റ്റീവായി ആയിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ആദ്യത്തെ 3 കുട്ടികളുണ്ടായി. ഇപ്പം നിലവിൽ 5 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളായ സമയത്ത് ഞങ്ങൾക്ക് ജീസസ് യൂത്തിൻ്റെ തന്നെ ഒരു 99 മിഷൻ കോൺഫറൻസ് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷനാണ് മിഷനിലേക്ക് പോകാന്നുള്ളത്. ആരെനിക്കായി പോകും? ദൈവം മനുഷ്യന്റെ മനസ്സിൽ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് പ്രത്യുത്തരം നൽകാൻ നമുക്കും കടമയുണ്ട്. ദൈവത്തെ അറിയാത്ത അനേക ലക്ഷങ്ങൾക്ക് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുകയാണ് ഓരോ മിഷണറിയും. മിഷണറി പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനാവില്ല. ഈ മിഷണറിമാരോടൊപ്പം നമുക്കും കൈകോർക്കാം ദൈവരാജ്യ വിസ്തൃതിക്കായി. സാന്ത്വന കമ്മ്യൂണിറ്റി എന്നുള്ളൊരു മിഷണറി കമ്മ്യൂണിറ്റി ഡൽഹി സെൻറ്ററായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ ഡൽഹിയിലാണ് സെൻറ്റർ, അന്ന് ആഗ്രയിലായിരുന്നു. ഫാദർ ധീരജാണ് ഞങ്ങളുടെ ഫൗണ്ടർ ഡയറക്ടർ. 2000 ആണ്ടിൽ സാന്ത്വന കമ്മ്യൂണിറ്റി നോർത്ത് ഇന്ത്യയിലുള്ള സുവിശേഷ പ്രഘോഷകരെ ഒന്നിച്ചുകൂട്ടി ഞങ്ങൾ ഒന്നിച്ചുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മാതൃധാം ആശ്രമത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഒരു സന്ദേശം കിട്ടിയത്. ആ സന്ദേശം അനുസരിച്ച് ഈ കമ്മ്യൂണിറ്റിയെ ഇതിനെ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊരു മെസ്സേജ് വന്നു. മറ്റുള്ളവർക്കാണ് കിട്ടിയത്, മറ്റുള്ള പ്രഘോഷകർക്കാണ് കിട്ടിയത്. അന്നു മുതൽ ഞങ്ങൾ ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ആക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ കമ്മ്യൂണിറ്റി ആകുമ്പോൾ ഒരു സൊസൈറ്റി ആകണം, രജിസ്റ്റേർഡ് സൊസൈറ്റി ആകണം, ഇതിന് ഒരു സെൻറ്റർ വേണം, ഇതിന് സഭയുടെ കാനോന നിയമപ്രകാരം ഇത് സ്ഥാപിക്കപ്പെടണം, ഇത് അംഗീകരിക്കപ്പെടണം. ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ 2000 മുതലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇതിലേക്കായിരുന്നു. ഇതിനെ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആക്കാനും അതിന് വേണ്ടുന്ന പെർമിഷനൊക്കെ കിട്ടാനും രജിസ്ട്രേഷൻ കിട്ടാനും ഒക്കെ വേണ്ടിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിക്കാനും ഒരു സെൻറ്റർ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചു. അങ്ങനെ ഒരു സെൻറ്ററായി. പിന്നെ അതിന് സഭയിൽ അംഗീകാരം കിട്ടാൻ, അപ്പോൾ അതിന് ഡൽഹിയിലെ ആർച്ച് ബിഷപ്പ് വിൻസെൻ്റ് കൊൺസാവോ പിതാവിനെ ഞാൻ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ സമൂഹത്തിൻ്റെ നിയമാവലി എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ നിയമാവലി എഴുതുകയും നിയമാവലി അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹം അതെല്ലാം വായിച്ചു, ചില തിരുത്തലുകളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം 2003 അദ്ദേഹം ഈ കമ്മ്യൂണിറ്റിക്ക് സാന്ത്വന കമ്മ്യൂണിറ്റി ഓഫ് ഡിസൈപ്പിൾസ് എന്ന പേരിൽ ഒരു അൽമായരുടെ മിഷണറി സമൂഹമായിട്ട് ഇതിനെ സ്ഥാപിച്ചു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിക്കാനുള്ള ശ്രമവും അതോടൊപ്പം സുവിശേഷം പങ്കുവയ്ക്കാൻ ഉള്ള നിരന്തരമായ, അപ്പോൾ എപ്പോഴും പുതിയ അവസരങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ അവസരങ്ങൾ ഉണ്ടാക്കി അവിടെയൊക്കെ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക, സ്നേഹത്തിൻ്റെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക. അതാണ് സാന്ത്വനയുടെ ലക്ഷ്യം. കേരളത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സാന്ത്വന കമ്മ്യൂണിറ്റി. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിന് ശക്തി സ്വീകരിക്കുകയാണിവർ. മിഷനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇവർ തെരുവോരങ്ങളിലും മറ്റും ദൈവവചനവുമായി കടന്നു ചെല്ലുകയും അതുവഴി യേശുവിൻ്റെ രക്ഷ മറ്റുള്ളവർക്ക് അനുഭവിച്ചറിയാൻ ഇടയാക്കുകയും ചെയ്യുന്നു. മിഷൻ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ ദൈവിക കൃപ പങ്കുവയ്ക്കുകയാണിവിടെ. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹം മറ്റുള്ളവരിലേക്കും എത്തണമെന്ന ആഗ്രഹം ഇവരെ കൂടുതൽ പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കുന്നു.
കമ്മ്യൂണിറ്റിയിൽ അച്ഛൻ, പിന്നെ ഫാമിലീസ്, കോൺസെൻട്രേറ്റഡ് സിംഗിൾസ്, കുട്ടികൾ, വയസ്സായവർ, ചെറിയ, അങ്ങനെ എല്ലാവരും കൂടിയുള്ളൊരു ആദിമ ക്രൈസ്തവ സമൂഹം പോലെയുള്ളൊരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ മാതിരി. അപ്പം ഈ ഇന്നത്തെ അണുകുടുംബങ്ങൾ, ഈ അങ്ങനത്തെ കുടുംബങ്ങളിൽ ആണ് ഇന്നുള്ളത്. ഇത് സ്നേഹിച്ച് ജീവിക്കാൻ സാധ്യമാണെന്ന് എന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ശ്രമമാണ് ഈ കമ്മ്യൂണിറ്റി. ഈ ഈശോയുടെ ആദ്യത്തെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ജീവിത ശൈലിയും, നിങ്ങൾ ലോകമെങ്ങും, ഈശോയുടെ അവസാനത്തെ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നുള്ള ഈശോയുടെ അവസാനത്തെ കൽപ്പന ഞങ്ങളുടെ പ്രയോറിറ്റിയുമാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു പശ്ചാത്തലം. ആദ്യം ആഗ്രയിലായിരുന്നു 4 വർഷം, ഇപ്പം അത് കഴിഞ്ഞ് ഡൽഹിയിൽ 6 വർഷം, ഇപ്പം ഞങ്ങൾ കേരളത്തിൽ മിഷൻ ചെയ്യുന്നു. അവിടെ ആഗ്രയിലും ഡൽഹിയിലും ആയിരുന്നപ്പോൾ ഞങ്ങൾ മിഷനിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലായിരിക്കുന്നത് ആ എക്സ്പീരിയൻസിൽ, മിഷൻ എക്സ്പീരിയൻസ് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളോട് പറയുവാനും മിഷൻ മോട്ടിവേഷനും മിഷൻ അവെയർനെസ്സും ഈശോയെ മറ്റുള്ളവർ അറിയേണ്ടതിന്. കാരണം കേരളത്തിൽ നിറഞ്ഞു വിളഞ്ഞ് കിടക്കുവാണ് മറ്റുള്ളവർ, മറ്റു വടക്കേന്ത്യയിലും ലോകമെമ്പാടും തന്നെ ഈശോയെ അറിയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമല്ല, അത്യാവശ്യവും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും ഏർജൻസിയും ഒക്കെ ഒന്ന് അവെയർ ആക്കാനും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ആരെനിക്കായി പോകും എന്ന ചോദ്യത്തിന് ഞാൻ നിനക്കായി പോകാം എന്ന പ്രത്യുത്തരം നൽകുകയാണിവിടെ. മിഷന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ തങ്ങളുടെ ജോലികൾക്കിടയിലും മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ കുട്ടികളെ സജ്ജമാക്കുന്നതോടൊപ്പം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇവരെ കൈപിടിച്ചു നടത്തുന്നു. ईश्वर ने संसार को इतना प्यार किया कि उसने उसके लिए अपने एकलौते पुत्र को अर्पित कर दिया, जिससे जो कोई उसमें विश्वास करे उसका सर्वनाश न हो बल्कि अनंत जीवन प्राप्त करे. വർക്ക് സൈറ്റുകളിൽ ചെന്ന് തങ്ങൾ കണ്ടുമുട്ടിയ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണിവർ. ദൈവസ്നേഹത്താൽ നാം നിറയപ്പെടുമ്പോൾ അപരന്റെ വേദന നമ്മുടെ വേദനയായി മാറുന്നു. തങ്ങളുടെ ജീവിതത്തിലെ ക്രിസ്തു അനുഭവം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതോടൊപ്പം അപരന്റെ വിഷമങ്ങളിൽ അലക്സിയും ഷൈനിയും പങ്കുകാരാവുകയും ദൈവസ്നേഹത്തിന്റെ നിറവ് അനുഭവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന തിരിച്ചറിവ് കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് ഇവരെ പ്രാപ്തരാക്കുന്നു. ദേവാലയത്തിൽ പോകുന്നതിലൂടെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിലൂടെയും ദൈവമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക ആശ്രയമെന്ന് ഈ കുട്ടികൾക്ക് ഇവർ പറഞ്ഞുകൊടുക്കുന്നു. 5 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 5 മക്കളുടെ കാര്യങ്ങളിലും നിങ്ങളുടെ കുടുംബ കാര്യങ്ങൾ നടക്കണം, ഇതെല്ലാം കൂടെ എങ്ങനെ സംഭവിക്കും? എല്ലാത്തിനും സാമ്പത്തിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇതെല്ലാം കർത്താവ് കൂടെയുള്ളപ്പോൾ, ഇഫ് ഗോഡ് ഈസ് വിത്ത് us ഹൂ ക്യാൻ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് us? കർത്താവ് കൂടെയുള്ളപ്പം ഒന്നിനെക്കുറിച്ചും ഭയം വേണ്ട. എല്ലാ സ്വത്തും എല്ലാ സമ്പത്തും സ്വന്തമായി ത്തിൻ്റെയും ഉടയവൻ. അപ്പം ഞങ്ങൾക്ക് ഒന്നിനും ഒട്ടും കുറവ് വരാറില്ല, എന്നാൽ ഒന്നും അധികം ഞങ്ങൾക്കില്ല. എല്ലാ കാര്യങ്ങളും തമ്പുരാൻ നന്നായിട്ട് നടത്തുന്നു. ഞങ്ങൾക്ക് 2 പേരും ബിസിനസ്സും ജോലിയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ പോയത്.
ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവർ തരുന്ന, ഞങ്ങളെ അറിയാവുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെക്കാൾ കൂടുതൽ മിഷനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, അവർ തരുന്ന ദശാംശം വഴിയാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഈ ഹോം സ്കൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാമോ? ഹോം സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ മക്കൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ ഡൽഹിയിലായിരുന്നല്ലോ, അപ്പം അവർ അവിടുത്തെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കഴിഞ്ഞ കൊല്ലമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് ഫാമിലീസ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 3 ഫാമിലീസ് ഉണ്ട്, ഞങ്ങൾ 3 കൂട്ടരും കൂടെ ഹോം സ്കൂളിങ്ങിന് ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഇപ്പം ആഗ്രയിലും ഡൽഹിയിലും ഞങ്ങൾ 3 ഫാമിലീസും ഹോം സ്കൂളിംഗ് തന്നെയാണ്. അപ്പം ഇവർ വീട്ടിലിരുന്ന് പഠിക്കുന്നു. ഇപ്പോൾ ഒരു US കരിക്കുലമാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഷൈനിയോടൊത്ത് ഷൈനി പലപ്പോഴും ചേട്ടായി ചേട്ടായി എന്ന് പറഞ്ഞ തൻ്റെ ഭർത്താവ്, തൻ്റെ സഹകാരിയായ അലക്സ് ഇതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നതാണ്. ഹോം സ്കൂളിങ്ങിലേക്ക് ഞങ്ങൾ മക്കളുടെ ഹോം സ്കൂളിംഗ് പഠനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ഈ വർഷം തുടങ്ങി അതിലേക്ക് ആരംഭിച്ചപ്പോൾ വളരെയധികം പ്രാർത്ഥിച്ചും ചിന്തിച്ചും തന്നെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വർഷം ആ ഒരു പഠന രീതിയിൽ തുടങ്ങി. ധാരാളം സമയം പഠനം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. രാവിലെ 9 മണി തുടങ്ങി 1:30 മണി വരെയാണ് അവരുടെ പഠന സമയം. അതിനിടയിൽ ബ്രേക്ക് ഒന്നുമില്ല. അവർ വെള്ളം കുടിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ മാത്രമേ എഴുന്നേറ്റ് വരുള്ളൂ. അതുവരെ അവർ സ്വസ്ഥമായിട്ടിരുന്ന് പഠിച്ചോളും. അവരുടെ പഠനത്തിൻ്റെ ഒരു മോണിറ്ററിങ് ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ പഠനം കഴിഞ്ഞിട്ടുള്ള സമയം, ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും ഭക്ഷണം പാകം ചെയ്യാനും ചപ്പാത്തിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട്. അതൊക്കെ അവർക്ക് ചെയ്തു തുടങ്ങി. സ്വന്തം കാര്യങ്ങൾ, ഡ്രസ്സ് ഒതുക്കി വയ്ക്കാൻ, അയൺ തേച്ച് വയ്ക്കാനായിട്ട്, അലക്കിയത് മടക്കി വയ്ക്കാൻ, വീട്ടുജോലികളിൽ ഞങ്ങളോടൊപ്പം കൂടാനായിട്ട്, ഷൈനിനെ സഹായിക്കാൻ, അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എല്ലാ തരത്തിലും അവർ അവൈലബിളാണ്. അവരുടെ സമയം ധാരാളം കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നതുപോലെ അവർ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ഒരു 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 സ്വപ്നമാണ് ഞങ്ങളുടെ മനസ്സിലേക്കുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവർക്ക് ആധ്യാത്മിക കാര്യത്തിലും കുറെ കൂടി ഒരു മനുഷ്യത്വത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട്, മനുഷ്യരെ സ്നേഹിക്കാൻ, ഭൂമിയെ സ്നേഹിക്കാൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇച്ചിരിശയൊക്കെ തോട്ടമൊക്കെ, ഇപ്പോൾ കോട്ടയത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അല്പം തോട്ടവും ഒക്കെ ഉണ്ട്. അവരൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു തുടങ്ങി. ചെറിയ ചെടികളൊക്കെ അവർ തന്നെ നട്ടു തുടങ്ങി. പച്ചക്കറി ആണെങ്കിലും പൂന്തോട്ടത്തിലെ ആണെങ്കിലും അവർക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചു തുടങ്ങുമ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ കുറേ കൂടി ഒരു മാറ്റം വരുന്നു. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഹോം സ്കൂളിംഗ് എന്ന് കേട്ട ഉടനെ ചോദിക്കുന്നു, അപ്പം വീട്ടിലിരുന്ന് പഠിക്കുന്നു, അപ്പം സോഷ്യലൈസേഷൻ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ജീവിത രീതി കൊണ്ടും ഒക്കെ കർത്താവ് ധാരാളം സോഷ്യലൈസേഷനിലെ സാധ്യതകൾ ഉണ്ടാക്കി തരുന്നു. മറ്റൊന്ന്, ഇവിടെ ഒരു നേട്ടം, 5 മക്കളും പല പ്രായത്തിലുള്ളവരാണ്. സാധാരണ ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ പ്രായക്കാരല്ലാതെ ഇവർക്ക് മൂത്തവർക്ക് ഇളയവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ധാരാളം സമയം കിട്ടുന്നു. അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം വളരുന്നു. ഒപ്പം തന്നെ ഞങ്ങളിങ്ങനെ മിഷൻ യാത്രകൾ, പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ, ദൂരയാത്രകൾക്ക് പോകുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മക്കളെ കൊണ്ടുപോകും. ഞങ്ങളുടെ ഒരു വലിയ നേട്ടം, ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ കൂടെ വരും. ഹോം സ്കൂളിംഗ് ഞങ്ങളുടെ കൂടെ വരും. കാരണം അവരുടെ പഠനത്തിൻ്റെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ രാവിലെയുള്ള 9 തുടങ്ങി 1:30 വരെയുള്ള സമയം യാതൊരു തടസ്സവും കൂടാതെ അവരുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ അവർ ഗിറ്റാർ, മ്യൂസിക്, ഓർഗൻസ് ഇതൊക്കെ പഠിക്കാനും സ്പോർട്സ് കാര്യങ്ങളിലും പിന്നെ മറ്റ് ആക്ടിവിറ്റീസിൽ, അതുകൂടാതെ ഞങ്ങൾക്ക് മക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും അവരെ ഒന്ന് സഹായിക്കാനും ഒക്കെ സമയം ധാരാളം കിട്ടും. ഇത് ഹോം സ്കൂൾ, വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു രീതിയാണിത്. സ്വയം പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ബുദ്ധിവികാസം കൂട്ടുവാൻ സാധിക്കുന്നു. കലാകായിക രംഗങ്ങളിലും ഇവർ മികവ് കാട്ടുന്നു. ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതിലൂടെ ദൈവത്തെ സ്നേഹിക്കുകയാണ് ഈ കുരുന്നുകൾ. കുട്ടികളും മാതാപിതാക്കളും കൂടിയിരുന്ന് വിഷമങ്ങൾ പങ്കുവയ്ക്കുകയാണിവിടെ.
എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മാതാപിതാക്കളും കുട്ടികളും ഒത്തുചേരുന്നു. അന്നത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു, തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. പലപ്പോഴും ഇന്ന് പല ദമ്പതികളും നല്ല ജോലിയുള്ളവർ പോലും 2 കുഞ്ഞുങ്ങളൊക്കെ തന്നെ വളരെ കഷ്ടിച്ചാണ് അവർ പോറ്റുന്നത്. അത് തന്നെ അവർക്ക് ഭയങ്കര പ്രാരാബ്ധവുമാണ്. നിങ്ങളൊരു നല്ല ജോലിയോ മറ്റു വരുമാന മാർഗ്ഗമോ ഇല്ലാതെ നിങ്ങൾ ഈ 5 കുഞ്ഞുങ്ങളെ ജന്മം കൊടുത്ത് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അവരായിട്ട്? നല്ല ജോലിയും വരുമാന മാർഗവും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ കംപ്ലീറ്റ് മുഴുവൻ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നത്. അപ്പം ജോലി ചെയ്തിരുന്ന സമയത്താണെങ്കിലും ഞങ്ങൾക്ക് 3 മക്കൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഫുൾ ടൈം മിഷണറീസ് ആയത്. തമ്പുരാൻ നമ്മളുടെ കാര്യങ്ങളിൽ ഒന്നും കുറവ് വരുത്തില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം. അവിടുത്തെ കയ്യിൽ സർവ്വസമ്പത്തിൻ്റെ ഉടമയാണ്. നമുക്ക് ഒന്നിനും കുറവ് വരുത്തില്ല. നമ്മൾ അപ്പൻ്റെ മക്കളാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ 5 മക്കളിങ്ങനെ ഒന്നിച്ച് വളരുമ്പോഴേ അവർ നമ്മൾ കശപിശയോ പ്രശ്നങ്ങളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രയാസങ്ങളോ അതോ കൂടുതൽ സന്തോഷകരമായ അനുഭവമോ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇതെല്ലാം ഉണ്ട്. കശപിശയും അടിയും ഇടിയും സ്നേഹവും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഈശോയോട് നല്ലൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഈ 2 മക്കളുള്ള വീട്ടിൽ പോലും പലപ്പോഴും പിള്ളേർ തമ്മിലുള്ള ബന്ധങ്ങൾ വളർന്നില്ല പലയിടത്തും. ഇപ്പോൾ കേരളത്തിൽ കാണുന്നൊരു പ്രത്യേകതയാണ്. പക്ഷേ ഈ 5 കുട്ടികളെ മാനേജ്മെൻറ്റ് പോകുമ്പോഴേ മൂത്ത കുട്ടികൾക്ക് ഇളയ കുട്ടികളുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെ പോകും? അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുക, ഞങ്ങളുടെ 2ാമത്തെ മോളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സ് ഇല്ലല്ലോ അമ്മേ, അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ലെങ്കിലും ഞങ്ങൾ പറയുക ഗ്രൂപ്പ്സിലും മറ്റ് പല സ്ഥലങ്ങളിലും ഞങ്ങൾ പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ ഇവരെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇവരുടെ മോള് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് സ്കൂളിലെ ഫ്രണ്ട്സ് ഇല്ലാത്ത തന്നെ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹം ദൈവം എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അത് മക്കളിൽ അവരുടെ ഒരു ക്ലോസ്നെസ്, മൂത്തവർ ഇളയവരുടെ കാര്യം നോക്കും. ഇപ്പം ഞങ്ങൾ ചിലപ്പം പ്രോഗ്രാംസിനൊക്കെ പോകുമ്പം അവർ തന്നെ മാനേജ് ചെയ്യും. ഇപ്പം കുക്കിംഗ് ആണെങ്കിലും ചപ്പാത്തിയൊക്കെ അവർ തന്നെ ഉണ്ടാക്കും. പിന്നെ അങ്ങനെ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ മാനേജ് ചെയ്യാൻ ഒത്തിരി നന്നായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയൊന്നുമല്ല, എന്നാലും അവർ അതിലേക്ക് ശീലിക്കുന്നു. ഷൈനിയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സന്ദേശം ഇതാണ്. വ്യക്തിപരമായി നാം യേശുവിനെ അനുഭവിച്ചറിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമ്മെ അവൻ്റെ സുവിശേഷ പ്രചാരകരാക്കി മാറ്റുന്നു. ഷൈനിയുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലേക്ക് നോക്കിയാൽ, കേരളത്തിലായിരുന്നപ്പോഴും കേരളത്തിലെ സുരക്ഷിതത്വം ഉപേക്ഷിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുകയും അനേകരെ ദൈവത്തിലേക്ക് ഉയർത്തുവാനും അനേകരുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിൻ്റേതായി തീരുവാനും സഹായിച്ച ഈ ജീവിതം നമ്മെ യേശുവിനെ പ്രചരിപ്പിക്കുന്നതിനും സുവിശേഷത്തിൻ്റെ പ്രചാരകരായി തീരുന്നതിനും പ്രചോദനമരുളട്ടെ. പലപ്പോഴും സുവിശേഷം അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അവരനെ സുവിശേഷം അറിയിക്കുവാനും കൂടെയുള്ള പ്രഥമവും പ്രധാനവുമായ കടമയിലേക്ക് നമ്മെ ഉയർത്തട്ടെ. അടുത്ത ആഴ്ചയിൽ മറ്റൊരു സന്ദേശവുമായി നിത്യജീവൻ്റെ പാതയിൽ നമുക്ക് കണ്ടുമുട്ടാം. നവീകരണത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, നിത്യജീവൻ്റെ പാത, ശാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4688. ഇമെയിൽ info@shalomonline.net.